ദിനവൃത്താന്തം 2-ാം അധ്യായം. യൂദായുടെ സന്തതികൾ. എസ്രാമിൻ്റെ പുത്രന്മാർ റൂബൻ, ശിമിയോൻ, ലേവി, യൂദ, ഇസ്രായേൽ, സെബുലൂൺ, ദാൻ, ജോസഫ്, ബെഞ്ചമിൻ, നഫ്താലി, ഗാദ്, ആഹൂഷ്. യൂദായുടെ പുത്രന്മാർ ആർ, ഓനാൻ, ഷെലഹ്. അവരുടെ മാതാവ് കാനാൻകാരിയായ ബത്ബുഹ ആയിരുന്നു. യൂദായുടെ ആദിജാതനായ കർത്താവിൻ്റെ ദൃഷ്ടിയിൽ ദുഷ്ടനായിരുന്നതിനാൽ അവിടുന്ന് അവനെ നിഹനിച്ചു. മരുമക്കളായ താമാറിന് പേരസ്, യോറസ് എന്നീ പുത്രന്മാർ ജനിച്ചു. അങ്ങനെ യൂദായുടെ പുത്രന്മാരാകെ 5 പേർ. പേരസിൻ്റെ പുത്രന്മാർ ഹെസ്രോൻ, ഹാമൂൽ, സേറഫ്, സിമ്രി, ഏഥാൻ, ഹെമാർ, കൽദോദ്വാര എന്നീ 5 പുത്രന്മാർ. അർപ്പിത വസ്തു അപഹരിച്ചെടുത്ത് ഇസ്രായേലിൻ്റെ തിന്മ വരുത്തിയ ആഹാർ കമ്മയുടെ പുത്രനാണ്. ഏഥാൻ്റെ പുത്രന്മാരാണ് അസീറിയ. ഹെദ്രോൻ്റെ പുത്രന്മാർ റാഹേൽ, റാം, കേലൂബായ്. റാം അമിനാദ് യൂദാഗോത്രത്തിൻ്റെ നേതാവായ നഹ്ഷോമിൻ്റെ പിതാവാണ്. നഹ്ഷോൻ സൽമായുടെയും സൽമ ബോവാസിൻ്റെയും ബോവാസ് ഓബേറിൻ്റെയും ഓബേദ് ജെസ്സയുടെയും പിതാവാണ്. ജെസ്സയുടെ പുത്രന്മാർ പ്രായമാക്രമത്തിൽ ഏലിയാദ്, അമിനാദ്, ഷീമോ, നഥാൻ, റാദാബ്, ഓസേം, ദാബേദ്. സെറൂമിൻ്റെയും അബിയായുടെയും 2 സഹോദരിമാരായിരുന്നു. സെറിയായുടെ 3 പുത്രന്മാർ അബീഷാത്ത്, യോവാത്ത്, അഹലോൺ, അബിയാത്ത്, ആമാസ് എന്നീ പുത്രന്മാരുണ്ടായി. ഇസ്മായിലിൻ്റെ യഥേറായിരുന്നു അവൻ്റെ പിതാവ്. യഥേറിൻ്റെ മകനായ കാരേഷിൻ്റെ ഭാര്യയായ അസുബായിൽ എറിയാത്ത് ജനിച്ചു. അവളുടെ പുത്രന്മാർ യോഷേൻ, ഷെബയാത്ത്, അഷൂർ, അബൂസ. മരണത്തിന് ശേഷം കാലേബ് എഫ്രാത്തിൻ്റെ വിവാഹം നിശ്ചയിച്ചു. അവളിൽ കൂർ ജനിച്ചു. ഊറിയായുടെയും ഊറിബെസമിൻ്റെയും പിതാവാണ്. ഹെസ്രേൻ 60-ാം വയസ്സിൽ ഗിലിയാദിൻ്റെ പിതാവായ മഖീറിൻ്റെ മകളെ വിവാഹം ചെയ്തു. അവളിൽ നിന്ന് സെബുവാഗ് ജനിച്ചു. സെബുവാഗിന് യായീർ എന്നൊരു പുത്രൻ ജനിച്ചു. യായീറിന് ഗിലിയാദിൽ 23 നഗരങ്ങളുണ്ടായിരുന്നു. ഹവീത്തും ഹെനായും അതിൻ്റെ ഗ്രാമങ്ങളും ഉൾപ്പെട്ട 60 പട്ടണങ്ങൾ ഗഷൂറും ആരാമും പിടിച്ചെടുത്തു. ഇവരെയെല്ലാം ഗിലിയാദിൻ്റെ പിതാവായ മഖീറിൻ്റെ വംശത്തിൽപ്പെടുന്നു. ഹെദ്രോൻ്റെ മരണത്തിന് ശേഷം കാലേബ് പിതാവിൻ്റെ വിധവയായ എഫാത്തോയെ പ്രാപിച്ചു. അവളിൽ അവന് ആഷൂർ ജനിച്ചു. ആഷൂർ നെബാത്തായുടെ പിതാവാണ്. ഹെസ്രോൻ്റെ ആദിജാതനായ ഫാദിൻ്റെ പുത്രന്മാർ ആദിജാതനായ റാമൂം, യൂന, ഓനേർ, ഓസേം, അസിയ എന്നിവരും. യഹറേദിന് അതാറ എന്ന വേറൊരു ഭാര്യയുണ്ടായിരുന്നു. ഓനാം ജനിച്ചത് അവളിൽ നിന്നാണ്. അക്ഷരൻ്റെ ആദിജാതനായ റാമിൻ്റെ പുത്രന്മാർ മാഖീഷ്, യാമീർ, എക്കർ. ഓനാമിൻ്റെ പുത്രന്മാർ ഷെമായി, യൂദ. ഷെമേറിൻ്റെ പുത്രന്മാർ നദാദ്, അമീനൂർ. ബഷൂറിൻ്റെ ഭാര്യ അർഷീലായിരുന്നു. അവൾക്ക് അഹിനോൻ, മിഹ്ലൂ എന്നിവർ ജനിച്ചു. നാദാമിൻ്റെ പുത്രന്മാർ സേലഹ്, എഫായിം, എസായിൽ ജനിച്ചു. ഇസ്രായേലിൻ്റെ പുത്രന്മാരാണ് യഹീം. യഷീമിൻ്റെ പുത്രന്മാർ ഷെരാൻ. ഷെറാവിൻ്റെ പുത്രൻ അഹിറായ്. ഷാമയുടെ സഹോദരൻ യൂദായുടെ പുത്രന്മാർ യമർ, യോഥർ. നാമർ മക്കളില്ലാതെ മരിച്ചു. ഓഥാൻ്റെ പുത്രന്മാർ പോരത്ത്, നാസ്ര എന്നിവർ വംശത്തിൽപ്പെട്ടതായിരുന്നു. യശൂരിൻ്റെ പുത്രിമാരേ ഉണ്ടായിരുന്നുള്ളൂ. അവന് ഈജിപ്തുകാരനായ യാഷായി എന്നൊരു ദാസനുണ്ടായിരുന്നു. ഷേരേൻ തൻ്റെ മകളെ അവൻ വിവാഹം ചെയ്തു കൊടുത്തു. അവൾക്ക് എത്തായി എന്നൊരു പുത്രൻ ജനിച്ചു. നാഥാൻ സബാറിൻ്റെയും പിതാവായിരുന്നു. സബ്രാഹിമിന് എലീഫും മക്കളും ജനിച്ചു. ഒബേദേറിൻ്റെയും യഹൂ അസറിൻ്റെയും പിതാവാണ്. അസർ നായിക്ക് ലേഹിയും ഹെരേസ് ജനിച്ചു. ഹെരേസ്
സീമായുടെയും സിമാസ് ഷെല്ലൂരിൻ്റെയും പിതാവാണ്. ഷെല്ലൂമിന് നക്കമിയ, നക്കായി, എല്ലാം ജനിച്ചു. യാഫീദിൻ്റെ സഹോദരന്മായ കാലേബിൻ്റെ അതിജാതനും സിബീറിൻ്റെ പിതാവുമാണ്. യക്ഷേര മരേഷയുടെ പുത്രന്മാർ ഹെബ്രോണിൻ്റെ പുത്രന്മാർ കോലേത്ത്, യപ്പുവ, റെഖീം, റേഷ, ഷേമ അവർ യാരോബിൻ്റെ ഷേമായുടെയും പിതാവ്. ഷേമായുടെ പുത്രന്മാർ മാവോൻ്റെ പുത്രൻ യബസൂർ, ഷാമാർ, ഗോത്സ് എന്നിവർ കാലേബിന് ഉപനാരികളായ എഫ്രാമിൽ ജനിച്ചു. ദാസേമിൻ്റെ പിതാവാണ് ഹാരാൻ. യാബിനിൻ്റെ പുത്രൻ രേഗം, യോഥേം, യഥാൻ, പേരേത്, മഹായ് എന്നീ ഉപനാരിമാർ തിർഹായ് എന്നിവർ ജനിച്ചു. മഹായുടെ പിതാവായ ഷാഫേദ്, ഗില്യാൻ്റെ പിതാവായ ഗോൾവ എന്നിവരും മിക്കായിൽ ജനിച്ചു. കാലേബിൻ്റെ പുത്രിമാരാണ് എന്നിവർ കാലേബിൻ്റെ വംശപരമ്പരയിൽപ്പെടുന്നു. എഫ്രോദിൻ്റെ ആദിജാതനായ ഊറിൻ്റെ പുത്രന്മാർ മിക്യാദിൻ്റെയും പിതാവ് ഷോഹാൻ, ഷെമാറിൻ്റെയും പിതാവ് സൽമ, യത്വൻ്റെ പിതാവ് അർത്ഥനിക്കാൻ, യത്ത് എന്നിവർ കിലിയാത്ത് യാറിൻ്റെ പിതാവായ ഷാബൂൻ്റെ വംശത്തിൽപ്പെടുന്നു. കിലിയാത്ത് ഷാറിൻ്റെ മകൻ എലേത്യർ, പുത്യർ, ഹമാർ. ഇവരിൽ നിന്ന് സോത്യാറും ജനിച്ചു. സെത്യാർ വംശത്തിൽപ്പെട്ട സേവ്യർ എന്നിവർ സമയൻ രാജാക്കളാണ്. യബീസ്യൻ ജനിച്ചിരുന്ന നെയ്മാനുകൂലികൾ തീരൂർ, ഷീമേർ, റോഹാവ് എന്നീ കുടുംബത്തെയും പിതാവായ ഹാമത്തിൽ ഉത്ഭവിച്ച കീന്യാമരാണ് ഇവർ. ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ള. കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, സുഖപ്പെടുത്തണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിൽ നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ശംശിയായിരിക്കും, സ്തുതിയായിരിക്കട്ടെ.